ചില സുഹൃത്ത് ബന്ധങ്ങൾ ഇങ്ങനെയാണല്ലേ, വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി കൂടി വരും. കൊച്ചൂസിൻ്റെ അഖില് മാമനാണ് ടേ കാണുന്നത്. വരുൺ ദുബായിൽ വെച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പിന് യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അച്ചുവിൻ്റെ കൂട്ടുകാരൻ കൃഷ്ണാസ്, വിഘ്നേഷിന് ക്ലാസ് ഉണ്ടായിരുന്നു, അവൻ വന്നിട്ടില്ല. അവരും അതെ ഇതേപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ തുടങ്ങി നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി താമസിച്ച കൂട്ടുകാരാണ് അവരൊക്കെ. അപ്പോൾ അതേ കൊച്ചൂസ് കുഞ്ഞിലെ തുടങ്ങിയിട്ടുള്ള പരിചയമാണ് അഖില് മാമനായിട്ട്. ഇവർ തമ്മിലാണ് ഒരു പ്രത്യേക ബന്ധം. അഖില് കൊച്ചൂസിനെ സ്വപ്നം കാണുന്നു, അപ്പോൾ കാണാൻ വരുന്നു. കൊച്ചൂസ് അങ്ങനെ തന്നെ. അപ്പോൾ ഇവർ തമ്മിലൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ബന്ധമാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഈ ഗ്രൂപ്പിൽ ഇനി ആൾക്കാരുണ്ട് കേട്ടോ. ജയേഷ് മാമൻ, നവാസിക്ക, പ്രഭാഷ്, അഭിലാഷ്. സുഹൃത്തുക്കളായാലും ഇങ്ങനെ വേണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. നമ്മുടെ കുറവുകൾ എന്താണോ അത് കണ്ടറിഞ്ഞിട്ട് വേണം നമ്മളെ സ്നേഹിക്കാനായിട്ട്. എല്ലാം തികഞ്ഞവരെ കൂട്ടുകാരായിട്ട് കൊണ്ടുനടക്കാനായിട്ട് എല്ലാവർക്കും പറ്റും. പക്ഷെ നമ്മുടെ കുറവുകൾ അറിഞ്ഞ് നമ്മുടെ കൂടെ ഉള്ളവരാണ് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുള്ളൂ. ഇത് പഴയൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളുടെ ചാനലിൽ കയറി കാണാൻ സാധിക്കും. ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?